ഡേ 6 കുറച്ച് വയ്യാണ്ടൊക്കെയാണ് സ്റ്റാർട്ടായത്. ഒരു പനി എവിടെന്നോ കിട്ടി. അങ്ങനെ ആഹാരമൊക്കെ കഴിക്കാനൊരു മടുപ്പൊക്കെ ആയിരുന്നു. പക്ഷേ IFFK ഡേ 6 എത്തിയിരിക്കുകയാണ്. ഐ കാൺ മിസ് ഇറ്റ്. സോ രാവിലെ ബുക്ക് ചെയ്തിരുന്നത് റിപ്പ് ടൈഡ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയാണ്. ഐ വാസ് കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ്. ഒരു രീതിയിലും എനിക്ക് കണക്ട് ചെയ്യാനോ ഉൾക്കൊള്ളാനോ മൂവി പറ്റിയില്ല. Under the Kaleidoscope category, we screened the film Riptide, directed by Afred VK. The duration of the film is 85 minutes. ആ ഡിസാറ്റിസ്ഫാക്ഷൻ എല്ലാം മാറ്റിവെച്ച് ഞാൻ കുറേ നാളായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ആ മൂവിയിലേക്ക് പോവാണ്. അനോര, എ മസ്റ്റ് വാച്ച്, കെയ്ൻസ് നോമിനേറ്റഡ്, ഓസ്കാർ നോമിനേഷൻസിന് അടുത്ത് നിൽക്കുന്ന ഒരു മൂവി തന്നെയാണ്. എന്തുകൊണ്ടും ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ദാറ്റ് അനോറ എനിക്ക് IFFKയിലൂടെ കാണാൻ പറ്റി. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ മൂവി. ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള ഒരു റിയലി ഡിസേർവിങ് ആയിട്ടുള്ളൊരു മൂവി തന്നെയായിരുന്നു. ഫസ്റ്റ് ഷോയ്ക്ക് 4 മണിക്കൂർ നിന്നിട്ടും ആൾക്കാർക്ക് കാണാൻ പറ്റിയില്ല. സെക്കൻഡ് ഷോയും ഏതാണ്ട് ആ ഒരു അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. ഇപ്പുറത്ത് അൺറിസർവ്ഡ് ആണ്, ഞങ്ങൾ റിസർവ്ഡുകാരും നല്ല തിരക്കുണ്ടായിരുന്നു. ദ മൂവി ഇസ് വർത്ത് വാച്ചിങ്. സത്യം പറഞ്ഞാൽ നീ ക്യാപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഈ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി അനോറ തന്നെയായിരുന്നു. ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ച് കേട്ടോ. ഓസ്കാറിൽ ഇടം നേടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത്രയ്ക്ക് നമുക്ക് പറയാൻ അറിയില്ലല്ലോ. പക്ഷേ ദ ഹോൾ തിയേറ്റർ വാസ് ഫിൽഡ് ആൻഡ് ഒരുപാട് പേര് താഴെ ഇരുന്നും ഈ മൂവി കണ്ടായിരുന്നു. ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് സിനിമാ വിഭാഗത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ചിത്രം അനോറ. സംവിധാനം ഷോൺ ബേക്കർ. ദൈർഘ്യം 139 മിനിറ്റ്. Under the festival favorite category, we screened the film Anora. സച്ച് എൻ ഓസം മൂവി. അത് കണ്ടിറങ്ങുമ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൊളീഗായ ശ്രീവിശാഖേട്ടനും ശിവ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ആസാദിലൊക്കെ ഒന്ന് പോയി. പിന്നെ നേരെ വൈകുന്നേരമായപ്പോൾ ടാഗോർ തിയേറ്ററിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ IFFKയിലുള്ള എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. ആൻഡ് ഹിയർ ഈസ് അങ്കമാൾ അഗൈൻ. ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്, ഗീത കൈലാസം മാമിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. അങ്ങനെ അങ്കമാൾ ടീമുമായിട്ടൊക്കെ കുറച്ച് നേരം നമ്മൾ കോൺവേഴ്സ് ചെയ്തു. അതിനുശേഷം ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഗീത മാമുമായിട്ട് നല്ലൊരു ബൈറ്റും കിട്ടിയായിരുന്നു. ഐ വാസ് സോ ഹാപ്പി. അങ്കമാളുടെ വിശേഷങ്ങൾ മാമുമായിട്ട് തന്നെ ഇങ്ങനെ പങ്കുവയ്ക്കാൻ പറ്റിയതൊക്കെ ഹാപ്പിയായിരുന്നു. അവരുടെ ടീമും എൻ്റെ ഒരു റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു മൂവിനെ കുറിച്ചിട്ടുള്ള. അതിൻ്റെ AD ആയിട്ടും ലൊക്കേഷൻ സ്കൗട്ടുമായിട്ടും ഒക്കെ നന്നായിട്ട് സംസാരിച്ചു. ആൻഡ് ദാറ്റ് വാസ് മൈ ഡേ 6. ഒരുപാട് എൻജോയ് ചെയ്തു. വയ്യാന്നിരുന്നിട്ട് പോലും എനിക്ക് IFFKയിൽ ഈ ഡേയ്സ് മിസ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് ഐ കെപ്റ്റ് മീ ഓൺ ത്രൂ ഔട്ട്. സോ ഇനിയുള്ളത് ഒരു ദിവസം കൂടെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കൺക്ലൂഷൻ സെറിമണിയാണ്. സോ IFFK ഈസ് ഗോണ എൻഡ്. ഒരു പിടി നല്ല സിനിമകൾ, ഒരുപാട് ഓർമ്മകൾ.